ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ദേവയാനെന്നാണല്ലേ പേര്? അല്ല ഈ ചട്ടിയും ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? বেঙ্গলের দীঘা প্রদেশের কুঞ্জগ্রাম। আর তোমার তোমার എന്നാ তোমার বাড়ি? ഇല്ല ഭാരത് മാതയ്ക്ക് ജയ്. ദണ്ഡാപാനി മത് കരോ. അപ്പൊ പിന്നെ കാണാം അല്ലേ? কালকে একটু বাজার যেতে হবে, রান্নার জন্য ভালো কিছু বাসন কিনতে হবে, বাইরের জন্য একটা পাপোশও কিনতে হবে। শাড়ির কালার চলে গেছে, বাড়িতে পরার জন্য 2-3টে শাড়ি কিনতে হবে। আমার হাতে পয়সা আস্তে আস্তে কমে যাচ্ছে, একটু দেখে সঙ্গে চলো। কি দেখে চলবো? আর দেখার জন্য না খেয়ে থাকতে হবে। আর তুমি কি করবে? কাজ নেই তো পয়সা নেই, তুমি নতুন কাজ খোঁজো। আজ তো অনেক খুঁজছি, অনেক মানুষকে বলছি, বিল্ডিং এর অনেক লেবার কাজ আসছে, কিন্তু কোনো ক্লার্ক চাহিদা নেই। বুকের ব্যথা না থাকলে পাথর তোলার কাজ পেতাম। শরীর সুস্থ নেই তো টাকাও নেই। তুমি আমার সাথে চলে এসছো, তার জন্য মনে দুঃখ হয়েছে? লাইট বন্ধ করো। എന്നാ സംസാരമാണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു അനക്കമില്ലെന്നേ. എന്നാടാ നിന്റെ ചെയ്തുകൊണ്ട് വെച്ചിട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ അവക്കൊന്നൊരു മൂടില്ല, നാളെ മതി എന്ന് പറഞ്ഞു. എന്നതായാലും നാളെ പാല് കാച്ചിന് വിളിച്ചല്ലോ, അപ്പൊ ഞാനൊന്ന് കൊളുത്തി നോക്കും. കൊളുത്തി അവസാനം നിന്റെ ഒക്കെ കഴുത്തിൽ ബംഗാളി കത്തി കൊടുത്താൽ നോക്കി. പേടിപ്പിക്കല്ലേ? ഈ കാര്യത്തിൽ ഞാനൊരു പുലിയാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാം. പോയി കിടന്ന് ഉറങ്ങടാ. പോടാ അറിയിക്കോടാ തിബിച്ച. ആദ്യമായിട്ടൊരു ബംഗാളി ചായ കുടിക്കുന്നത് നന്നായിട്ട് ചേച്ചി. അതെ, നല്ല ചായ. ഞാനതങ്ങ് പറയാൻ വരുമായിരുന്നു. ചായ അപാൽ ഉണ്ടാക്കിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചായ ഇടാൻ ഞാനാ മിടുക്കാൻ. ചോറും കറിയൊക്കെ കഴിക്കാറുണ്ടോ? ഇതെന്ത് ചോദ്യമാണ്? ഈ നാട്ടിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇവിടത്തെ രീതിയിലുള്ള ഭക്ഷണമേ കഴിക്കാറ്. ഈ ബംഗാളിൽ എവിടെയാ സ്വദേശം? ദീഘ പ്രദേശത്തിലെ കുഞ്ചു ഗ്രാമം. ചേച്ചി ഇതുവരെ മലയാളം പഠിച്ചില്ലയോ? ഇല്ല, അവള് പഠിക്കാൻ വേണ്ടേ പുറകില. ട്യൂഷൻ എടുക്കാൻ ചെന്നതാ. ഞാൻ ഒടുവിൽ പഠിത്തം നിർത്തി കൂടെ പോകുന്നു. പഠിച്ചോണ്ട് വന്നതാണല്ലേ? എന്ത്? അല്ല, ഈ പ്രേമിച്ച് കെട്ടിയതാണല്ലേ? കുട്ടികളൊന്നും ആയില്ലേ? ഉറപ്പായി. നാട്ടിലോട്ടൊന്നും പോവാറില്ലേ? നാട്ടിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ രണ്ടും 2 ജാതിയാ. അവിടെ കാലുകുത്തിയ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ജീവിക്കും. അഭിമാൻ കൊല്ലാന്ന് കേട്ടിട്ടില്ലേ? അതാ സംഭവം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓടി പോന്നു. പല സംസ്ഥകളിലും പോയി. ഒടുവിൽ കേരളത്തിൽ മാതച്ചൻ സാറിന്റെ കൂട്ടുകാരന്റെ ചെറുപ്പ് കമ്പനിയിൽ ക്ലർക്കായിരുന്നു 3 വർഷം. ഇപ്പൊ അത് പൂട്ടി. അതാ ഇവിടെ. ആദ്യമായിട്ട് അന്യ സംസ്ഥാന ഒരു ക്ലർക്കിനെ കാണുന്നത്. സാധാരണ വർഗപ്പണിക്കാരാണല്ലോ കാണാറ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലേ? ഇല്ല, നോക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ നടക്കട്ടെ. ചായക്ക് നന്ദി. ഓ, അതിനെന്താ നന്ദി, നമ്മള് അയൽക്കാരല്ലേ. ശരി, ബൈ. നല്ല ചെറുപ്പക്കാരാ അല്ലേ? നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രയൊക്കെ പോരെന്റെ ശുഭേട്ടാ. അത് പോരെന്നാ. ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. ഓ എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവാനെയും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിവുവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം. ആ പിന്നല്ലാതെ അയാളെ കൊണ്ടൊരു നടപടി വന്ന കേസല്ലെന്ന്. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ. ആന്റപ്പാ,
ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന അടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരിയാ, ആശാന്റെ പുതിയ ആഭാരം തന്നെ. എടാ വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേന്നെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ അല്ല ഞങ്ങള് വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുതട്ടാ. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാളിത് അവിടെ നോക്കിക്കുവാ. ശരിയാണല്ലോ. അവൻ ഇവിടെ എങ്ങും അല്ല, ഏ? പുതിയ ലൈൻ വീണിരിക്കല്ലേ ആണോ? നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവൾ ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. ആന്നേ. എന്താടാ ട്യൂഷൻ ക്ലാസ്സിൽ നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം, അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാളുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേട്ടാ. ഇവന്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞിരുന്നില്ല, അതിന് മുമ്പ് ആളെത്തിയല്ല. എടാ സിബിച്ച ദേടാ അവള് പല്ലടാ. ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല. അല്ല ഇതാര് സാജിത കുട്ടിയാ? കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കോളേജിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണ്? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടയാ, കുറച്ചിറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ? ശരി. എന്നടാ ചേട്ടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണ്? ഇപ്പൊ വരാന്ന്. മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഫോട്ടോ കിട്ടി. അത് പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, സാരമില്ല. എന്ത് ബുദ്ധിമുട്ട്? പക്ഷെ ഫോട്ടോ വേണ്ടിയിരുന്നില്ല. ഈ മുഖം എന്റെ മനസ്സിൽ പതിഞ്ഞതാ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു പടം വരച്ച് കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ വേറെ ആരെയും കാണിക്കരുത്, വരച്ചിട്ട് വേഗം തരണേ. ആരെയും കാണിക്കില്ല. എനിക്ക് ഞാൻ പൊക്കോട്ടെ? എന്താ ഇത്ര ധൃതി? ആരെങ്കിലും ശ്രദ്ധിക്കും. ഇത് പൊതുവഴിയല്ലേ, രണ്ടുപേരും സംസാരിച്ചു കിടന്നാ എന്താ കുഴപ്പം? ഉപ്പാക്ക കുഴപ്പം, അറിഞ്ഞാ കൊന്നുകളയും. ഞാൻ അന്നൊരു പടം വരച്ചു തന്നില്ലേ, അത് കണ്ടപ്പോ എന്തിനാ ദേഷ്യപ്പെട്ടെ? പിന്നെ മോശം പടം വരച്ചെന്നാ ദേഷ്യം വരില്ലേ? അത് മോശം പടാ. പിന്നെ പെൺകുട്ടികൾ നടക്കുമ്പോ പിന്നീന്നുള്ള പടം വരക്കുന്നത് നല്ലതാ? ഞാനെപ്പോഴും കണ്ടിരുന്നത് പിന്നീന്നാ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പടം വരച്ചത്. സോറി. സാരമില്ല. ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് അവരൊക്കെ പറയുന്നേ. എന്നാ ഞാൻ പോട്ടെ. কালকে অল্প লেবু কিনতে হবে। কেন? এই বইয়ে লেখা আছে লেবু খেলে শরীর ভালো হবে। আমি ভাবছি তোমার মুখের সৌন্দর্য শুকে গেছে। এই বয়সে কি সৌন্দর্য দেখবে? আরে কি আরাম। এদিক ওইদিক একটু একটু চুল পেকে গেছে। আমার তো এক দুটো পেকেছে, তোমার তো সব পেকে গেছে। তুমি কি এখন 20 বছরের মেয়ে? আজ তো তুমি খুব রোমান্টিক হয়ে গেছো। কেন আমি কি রোমান্টিক নেই? কোনো কোনো সময়তেই রোমান্টিক নই। ছাড়ো, থাকো তুমি। এখন বেঙ্গলে থাকলে রানীর মতো থাকতে, এখানে নিয়ে এসে কষ্ট দিচ্ছি। অত চিন্তা করো না তো। ছি, লজ্জা লাগে না? লাইট বন্ধ করনি? আর তোমার এখনো লজ্জার গুণ যায়নি? যায়নি, যাও। ছাড়ো, কি করছো? কি ছাড়ো। হচ্ছে কি? ছাড়ো। কাল তোমাকে কত সুন্দর লাগে, তুমি নিজেই জানো না তুমি কত সুন্দর। সবসময় আমি বলতে চাই, ചോദിച്ചിട്ട് വന്നാലോ? বলতে পারি না। আচ্ছা শোনো,
কিছু পয়সা আসুক ഡാ നിനക്കൊക്കെ ഇന്നത്തേക്കുള്ളതായില്ലേ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ ചേട്ടാ কেমন নিশ্চয়ই ദൈവമേ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത് പോടാം. সমুদ্রের কাছে ഡാ അങ്ങേരുടെ ഭാര്യനെ എന്തു വേണേലും ചെയ്തോട്ടെ അത് നിനക്കൊക്കെ എന്താ പ്രശ്നം നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ലടാ. അത് തന്നെ. ഓ ഈ ശാസി. ഛെ. ഉം. ഉം. ഓ. ഉം. ഏ? ഉം. 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 മണ്ടില്ലേ പ്ലീസ്. അയ്യേ. വലിച്ചു കയറ്റി വലിച്ചു. লাইট বন্ধ করো।